എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുകയാണ്. ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിന് പോയില്ല. കാരണം എനിക്ക് രാവിലെ ഒരു അർജൻസി ഉണ്ട്. അതുകൊണ്ട് വൈകിട്ട് ഈവനിങ് വാക്കാക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥയുടെ തുടക്കത്തിലൂടെ പറയുന്ന ഒരു കഥയാണ് പറയുന്നത്. ആ കഥയിൽ ഇപ്പം കഥ കേട്ടോണം. ഒരു ചട്ടിയും ഒരു കുട്ടിയും. എന്തോ ഞാൻ ചുമ്മാ അങ്ങ് പറയുമോ, ഒരു കഥ കേട്ടോണം. ഒരു തകർന്ന മൺചട്ടിയുടെ വിജയ കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഉണ്ടായി. സ്ത്രീയുടെ പേര് ലിനിയമ്മ. അവൾ ദിവസവും കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ 2 മൺചട്ടികൾ ഉപയോഗിച്ചിരുന്നു. വേനൽക്കാലമാണ്, വെള്ളമില്ല. അങ്ങനെ ആ 2 മൺചട്ടികൾ ദിവസവും വെള്ളം കോരാൻ ഉപയോഗിച്ചു. അവയിൽ ഒന്ന് നല്ല ചട്ടിയും എന്നാൽ മറ്റൊന്ന് ചെറിയ ഒരു പൊട്ടലുമുള്ളതായിരുന്നു. വീട്ടിലെത്തുമ്പോൾ പൊട്ടലുള്ള ചട്ടിയുടെ പകുതിയോളം അങ്ങ് പോകും വെള്ളം. ഇത് ഈ പൊട്ടിയ ചട്ടിക്ക് വലിയ വിഷമമായി. ഈ ലിനിയമ്മ രാവിലെ വന്നു വെള്ളം കോരിക്കൊണ്ട് വരുന്നു. മറ്റേത് മൊത്തം കിട്ടും, എൻ്റെ അതിനകത്ത് പകുതി വെള്ളമേ കിട്ടുന്നുള്ളൂ. അതിന് വളരെ ദുഃഖം തോന്നി. ലിനിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചട്ടി ചട്ടിയെങ്കിൽ അരച്ചട്ടിയെങ്കിലും കിട്ടട്ടെ. എന്നാൽ ലിനിയമ്മ വളരെ ബുദ്ധിമതിയും കൂടായിരുന്നു. ഈ ചട്ടിയുടെ പരിഭവം ആര് കേൾക്കുകയാണ്? ലിനിയമ്മ കേട്ടിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? ശ്രദ്ധിച്ചോ, നമ്മൾ നടന്നു വരുന്ന വഴികളുടെ സൈഡുകളിൽ എത്രമാത്രം ചെടികൾ പൂത്തു നിൽക്കുന്നു. അതെങ്ങനെയാ അത്രയും പൂക്കൾ ആ വഴികളിൽ നിറഞ്ഞതെന്ന് നിനക്കറിയാമോ? ഞാൻ ഈ വെള്ളം പോകുന്നത് എന്നേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്തിരുന്നു? ഈ വഴികളിലൊക്കെ നല്ല ചെടിയുടെ വിത്തുകൾ വിതറി. ഞാൻ ആദ്യം നിന്നോടൊപ്പം അപ്പുറത്തൂടെ നടന്നു, പിന്നെ ഞാൻ ഇപ്പുറത്തെ കൈ പിടിച്ച് നടന്നു. അപ്പം ആ റോഡിൻ്റെ ഇരുവശത്തും നീ എന്നും ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. ആര്? ഈ ചട്ടി. നീ ചോർന്ന വെള്ളം കൊണ്ടാണ് അവ പൂക്കളായി മാറിയത്. അന്ന് ആ പൊട്ടലുള്ള ചട്ടിക്ക് മനസ്സിലായി, തൻ്റെ ദൗർബല്യം തന്നെയാണ് മറ്റുള്ളവർക്ക് സൗന്ദര്യമായി മാറിയിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഞാൻ ഒരു മോട്ടിവേഷൻ കഥയായിട്ട് ഇത് പറയുന്നു എങ്കിലും പോയിന്റ് പറയാൻ എനിക്കുള്ളത്, ചില സമയത്ത് ദൗർബല്യങ്ങളും മറ്റുള്ളവർക്ക് ശക്തിയായി മാറുന്നു. അതായത് സ്ത്രീകളുടെ സഹിഷ്ണുതയും കരുത്തും ലോകം മാറ്റാൻ കഴിയും. അപ്പോൾ പുരുഷന്മാർക്ക് ഈ ക്ഷമയും കരുത്തും ഒന്നും ഇല്ലെന്നല്ല, പക്ഷെ അത് സ്ത്രീകൾക്ക് കൂടുതലാണ്. മനസ്സിലാകുന്നു? സ്വയം വില കുറച്ച് കാണുന്നത് നിർത്തുക. എന്ത് ചെയ്യണം? സ്വയം വില കുറച്ച് കാണുന്നത് നിർത്തുക. ഓരോ മനുഷ്യനും ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ് ജനിക്കുന്നത്. പരാജയമല്ല. നിങ്ങൾക്ക് നിക്കി വിച്ചൂച്ചിനെ അറിയാം, ഹെലൻ കെല്ലറെ അറിയാം, ജസീക്ക കോക്കിനെ അറിയാം. വൈകല്യം വന്നവർ, കണ്ണു കാണാൻ വയ്യാത്തവർ, ജീവിതത്തിലെ പല പ്രതിസന്ധികൾ, കൈകൾ കാലില്ലാത്തവരൊക്കെ ലോകത്തിൻ്റെ ഉയരങ്ങളിലെത്തിയത് നിങ്ങൾക്ക് ഓർത്തോണം. അവർ ഒന്നും അവരെ വില കുറച്ച് കണ്ടില്ല. മനസ്സിലായോ? വ്യത്യസ്തമായി വഴി മാത്രമാണ്. ആത്മവിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ തകർക്കും. നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ സമയം എടുക്കാം, പക്ഷെ അത് ഉറപ്പാണ്. നിങ്ങൾ നൽകുന്ന ചെറിയ സംഭാവനകൾ പോലും വലിയ മാറ്റങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കും. നിങ്ങൾ സ്വയം അംഗീകരിക്കണം.
അതാണ് യഥാർത്ഥ വിജയം. ആരും നിങ്ങളോട് പറയാം ചിലപ്പോൾ നിയാമോളും നേഹമോളുമൊക്കെ പൂർണ്ണമല്ല, അവർക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ ശക്തിയുടെ തുടക്കം. തിരിച്ചറിയണം. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പൊട്ടലുകളൊക്കെ നിങ്ങൾ മറച്ചു പിടിച്ച് നിങ്ങളുടെ സമയം കളയണ്ട. നിങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വൈകല്യങ്ങൾ മറച്ചു പിടിക്കണ്ട. കാരണം അതായിരിക്കും നിങ്ങളുടെ സൗന്ദര്യമായി മാറുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും സമൂഹത്തിലുള്ള സ്ഥാനത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കരുത്. കാരണം എന്താ? ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾ നേടാനും പല കാര്യങ്ങൾ സംഭാവന ചെയ്യാനും കഴിയും. വേണേ ഒരു കഥയും കൂടെ കേൾക്കണം. ഒരു ചെറിയ വിത്തിൻ്റെ വലിയ ഒരു കഥ വേണേ പറഞ്ഞുതരാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് ദേ ഇരിക്കുന്ന നിയാം. ആ നിയാമോൾ ഒരു വലിയ സ്വപ്നക്കാരിയാണ്. സ്വപ്നക്കാരി ഒരു ദിവസം ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഈ മുറ്റം മൊത്തം മനോഹരമായ പൂന്തോട്ടമായി മാറണം. അവളുടെ സ്വപ്നം അതായിരുന്നു. ഒരു ദിവസം അവൾ ഒരു ചെറിയ വിത്ത് കണ്ടെത്തി. എല്ലാവരും പറഞ്ഞ് ഇത് വളരില്ല എന്ന്. എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്തൊരു മനോഹരമായ തോട്ടമുണ്ടാക്കണം. ഒരു ദിവസം അവൾക്ക് കുറേ കൊച്ചു കൊച്ചു വിത്തുകൾ കിട്ടി. എല്ലാവരും പറഞ്ഞു ഇത് വളരില്ല, നീ വെറുതെ സമയം കളയരുതേ. മീനു അത് വിശ്വസിച്ചു. എന്നാലും ആ വിത്ത് അവൾ നട്ടു. ദിവസവും വെള്ളം നൽകി. സ്നേഹത്തോട് അതിനോട് സംസാരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. ആഴ്ചകൾ കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. ചിലർ വീണ്ടും പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് കിളിർച്ചു വരില്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഒരു ദിവസം ഇത് മുളയ്ക്കുക തന്നെ ചെയ്യും. അവൾ ആരോട് പറഞ്ഞു? അവളോട് പറഞ്ഞു, മനസ്സിനോട് പറഞ്ഞു. അവസാനം ഒരു ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഇലകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി. അവൾ പിന്നെയും കാത്തിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞു, മാസം കഴിഞ്ഞു. അവൾ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു പൂന്തോട്ടം. ഗ്രാമം മുഴുവൻ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു? ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് പപ്പ പറഞ്ഞത് മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി സംശയിക്കും, പക്ഷെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം. ക്ഷമയും സ്ഥിരതയും വിശ്വാസത്തിൻ്റെ രഹസ്യം അതൊരിക്കലും മറന്നു പോകരുത്. ചിലർ പറയും നിങ്ങൾ സ്ത്രീകളാണ്, കുട്ടികളാണ് എന്ന്. ആരും ചെറുതല്ല. ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ആ ഗ്രാമത്തിൽ ആദ്യമായി ഒരു പൂന്തോട്ടം വന്നു. അവിടെ പൂക്കളായി, കിളികളായി, ചിത്രശലഭങ്ങളായി ആ ഗ്രാമം മനോഹാരിതയണിഞ്ഞു. നിങ്ങളും ഒരു വിത്ത് പോലെയാണ്. ഇന്ന് നിങ്ങൾ ചെറിയവരായിരിക്കും, പക്ഷേ നിങ്ങൾക്കുള്ള കഴിവ് വലുതാണ്. സമയവും ശ്രമവും ഉണ്ടെങ്കിൽ നിങ്ങൾ
തീർച്ചയായും പൂത്തിരിക്കും. ഞാൻ 2 ഗണത്തിലാണ് നിങ്ങളെ കണ്ടത്. 1 നിയ എന്ന പെൺകുട്ടി, 2 വിത്ത് എന്ന നേഹമോൾ. രണ്ടിനും, വിത്തിനും പരിപാലകനും ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. അതുകൊണ്ട് 2ാമത്തെ കഥ ഞാനിവിടെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. ജീവിതത്തിൽ നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം, നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറയും. പക്ഷേ ആ ചെറിയ പൊട്ടലുള്ള ചട്ടിയെപ്പോലെ, അല്ലെങ്കിൽ ആ വിത്തുകളെ പോലെ, മണ്ണിനടിയിൽ മാസങ്ങളോളം കിടന്ന വിത്തുകളെ പോലെ, അല്ലെങ്കിൽ ആ വിത്തിനെ പരിപാലിച്ച ആത്മവിശ്വാസമുള്ള നിയായെ പോലെ ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിലില്ലാത്തത് സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ തൃക്കണമംഗല എത്ര IAS-കാരുണ്ട്? എത്ര IPS-കാരുണ്ട്? ഇവരെ സൃഷ്ടിക്കാൻ എത്ര മന്ത്രിമാരുണ്ട്? അതുകൊണ്ട് അവരെ സൃഷ്ടിക്കാൻ ആർക്കേ കഴിയൂ? നിങ്ങൾക്കേ കഴിയൂ. സോ തിരിച്ചറിയുക, നിങ്ങളുടെ യുദ്ധത്തിൻ്റെ ഭാഗമാകുക.